അവൻ എന്നെ പണ്ടത്തെ പോലെ സ്നേഹിക്കുന്നില്ല. അവനെന്ന് പറഞ്ഞാൽ ഭർത്താവ് നിങ്ങളെ പണ്ടത്തെ പോലെ സ്നേഹിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇതൊന്ന് കേട്ടു നോക്ക്. ഈ സ്വഭാവം നിങ്ങളിൽ ഉണ്ടെങ്കിൽ കാരണം അതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ പണ്ടത്തെ പോലെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഒരു പക്ഷേ കാരണം ഇതായിരിക്കും. ചില ഭാര്യമാരൊക്കെ പറയാറുണ്ട്, പരിഗണിക്കുന്നില്ല. നിരന്തരം പരാതി പറയുന്ന ഭാര്യമാരുണ്ട്. പരിഗണന കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് അവർ പറയുന്നത്. ഒരു പക്ഷെ നിങ്ങളിൽ നിന്ന് വന്ന ചില അശ്രദ്ധയായിരിക്കും. ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, അന്യ പുരുഷന്മാരുടെ സൗന്ദര്യം ആസ്വദിക്കുന്നത് നിങ്ങൾ ഉപേക്ഷിക്കണം. അങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിലാണ് ഞാൻ ഈ പറയുന്നത്. മറ്റൊരു പുരുഷന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നത് നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നത് കുറഞ്ഞു വരും. നിങ്ങൾക്ക് അതിനുള്ള അർഹതയുള്ളൂ. അതുകൊണ്ട് ആസ്വദിക്കാൻ പോകരുത്. രണ്ടാമത്തൊന്ന്, എല്ലാവരും അങ്ങനെ ചെയ്യുന്നവരാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിർത്തണമെന്നാണ് പറഞ്ഞത്. രണ്ടാമത്തൊന്ന്, അശ്ലീല വീഡിയോകൾ കാണുന്നുണ്ടെങ്കിൽ നിർത്തിക്കൊള്ളണം. ഇന്നത്തോടുകൂടി ഭർത്താവ് നിങ്ങളെ സ്നേഹിക്കാൻ ഇതൊരു കാരണമാകും. ഹറാമായ അശ്ലീല വീഡിയോകൾ കാണൽ നിർത്തുക. മൂന്നാമത്തെ ഒന്ന്, ഭർത്താവിന് ഇഷ്ടമില്ലെന്ന് അറിവുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഭർത്താവിന് എന്താണ് ഇഷ്ടമില്ലാത്തത് എന്ന് നിങ്ങൾക്കാണ് അറിയുക. അത് നിങ്ങൾ നിർത്തണം. അത് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഭർത്താവിന് ഏതാണോ ഇഷ്ടമില്ലാത്തത് ആ കാര്യം നിങ്ങൾ നിർത്തിയേ മതിയാകൂ. ഒരു പക്ഷെ നിങ്ങൾ എങ്ങോട്ടെങ്കിലും വേറെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോകുന്നത് ഭർത്താവിന് ഇഷ്ടമില്ല, നിങ്ങൾ അങ്ങോട്ട് പോക്ക് നിർത്തണം. ഇനി അടുത്തത്, ഭർത്താവിന് മുൻപിൽ അണിഞ്ഞൊരുങ്ങുന്നത് പോലെ മറ്റൊരാൾക്ക് മുമ്പിലും അണിഞ്ഞൊരുങ്ങാതിരിക്കുക. ഏറ്റവും നന്നായി അണിഞ്ഞൊരുങ്ങേണ്ടത് ഭർത്താവിൻ്റെ മുൻപിലാണ് എന്നർത്ഥം ഇല്ല. അത് ചെയ്യാറില്ല നിങ്ങൾ. ഫസ്റ്റത്തെ 1-2 കൊല്ലമൊക്കെ ചെയ്തിരുന്നു. ഇപ്പം അത് പഴയതായില്ലേ. പഴയ ഭർത്താവും ഭാര്യയും ഒക്കെ ആയില്ലേ, കുടുംബം അതിലെ മക്കളായില്ലേ, ഇനി എന്തിനാ അങ്ങനെ അണിഞ്ഞൊരുങ്ങുന്നത് എന്നൊക്കെ തോന്നുന്നുണ്ടോ? അതേപോലെ നിങ്ങളുടെ സ്നേഹം കുറഞ്ഞു വന്നു. ആരോട് പരാതി പറയാൻ? നിങ്ങളല്ലേ ഉത്തരവാദികൾ. നിങ്ങൾ ഏറ്റവും കൂടുതൽ അണിഞ്ഞൊരുങ്ങേണ്ടത് ഭർത്താവിൻ്റെ മുൻപിലാണ്. വേറെ ഒരാളുടെ മുൻപിൽ അതുപോലെ നിങ്ങൾ അണിഞ്ഞൊരുങ്ങുന്നുണ്ടെങ്കിൽ അത് നിർത്തിക്കൊള്ളണം. ഇന്നത്തോടുകൂടി നന്നായി അണിഞ്ഞൊരുങ്ങുക ഭർത്താവിൻ്റെ മുൻപിലാണ്. അല്ലാഹു നല്ല സ്നേഹം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.